ഇനി എക്സ്ട്രാക്ഷൻ കിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പ്ലാന്റ് DNA ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ എന്തിനാണ് എക്സ്ട്രാക്ഷൻ കിറ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാക്ഷൻ ഇറ്റ് ക്യാൻ ബി ഡൺ ക്വിക്ക്ലി ആൻഡ് കൺവീനിയൻ്റ്ലി. ഈസി ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കണ്ടാമിനൻസ് ക്യാൻ ബി റിമൂവ്ഡ് കംപ്ലീറ്റ് ആയിട്ട്. നമ്മൾ മാനുവലി ഓരോ റിയേജൻസും ആഡ് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് കണ്ടാമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽ ഡെബ്രീസ്, പ്രോട്ടീൻസ്, RNA അത്തരം കാര്യങ്ങൾ. നമുക്ക് DNA മാത്രമല്ലേ ആവശ്യമുള്ളൂ, ബാക്കി സെൽ കമ്പോണൻസ് എല്ലാം എഫിഷ്യൻ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ എക്സ്ട്രാക്ഷൻ കിറ്റ് വെച്ച് ചെയ്യുമ്പം സാധിക്കും. പിന്നെ അടുത്തത് DNA-ക്ക് വരുന്ന ഡാമേജ്. ഇപ്പോൾ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട് DNA അല്ലേ, അതിന് ഓർഗാനിക് സോൾവൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ DNA-ക്ക് ചില കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ബോൺസ് ബ്രേക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ. അപ്പോൾ അത്തരം ഡാമേജുകൾ മാക്സിമം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എക്സ്ട്രാക്ഷൻ കിറ്റ് യൂസ് ചെയ്യുമ്പോൾ. ആൻഡ് ദ ഐസൊലേറ്റഡ് DNA ഇറ്റ് ഈസ് റെഡി ടു യൂസ്. നമുക്കൊന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ എക്സ്ട്രാക്ഷൻ കിറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഇനി എങ്ങനെയാണ് നമുക്കൊരു പ്ലാന്റ് ടിഷ്യൂവിൽ നിന്ന് എക്സ്ട്രാക്ഷൻ കിറ്റ് വെച്ച് DNA ഐസൊലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ എക്സ്ട്രാക്ഷൻ കിറ്റുകളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ബഫേഴ്സ് ആൻഡ് പ്രോട്ടീനേസ്. എക്സ്ട്രാക്ഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പിൻ കോളം മെത്തേഡാണ്. അപ്പോൾ സ്പിൻ കോളം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൈൻഡിങ് കോളം ട്യൂബ് ഉണ്ടാവും. ബൈൻഡിങ് കോളം ട്യൂബ്. അപ്പോൾ അതിനെ ഒരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ കാണിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ട്യൂബ്. അപ്പോൾ ഈ ട്യൂബിൻ്റെ ഇവിടെയായിട്ട് ഈ ഭാഗത്തായിട്ട് സിലിക്ക മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മളൊരു കളക്ഷൻ ട്യൂബിലേക്കാണ് വെക്കുക. താഴെ ഒരു കളക്ഷൻ ട്യൂബ്, നമ്മളിപ്പോൾ ഫണലൊക്കെ ഇറക്കി വയ്ക്കില്ലേ, അതേപോലെ. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള റിയാക്ഷൻ മിക്സ്ചർ നമ്മൾ ഇതിലൂടെ ഒഴിച്ചു കൊടുക്കും. മേലെ ലിഡില്ല, ഓപ്പണാണ്, അതുകൊണ്ട് ഈ ഭാഗത്തൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DNA ഈ സിലിക്ക മെംബ്രെയിനിൽ ബൈൻഡ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ, DNA ഇല്ലാത്ത ബാക്കിയുള്ള റിയാക്ഷൻ മിക്സ്ചർ മാത്രമേ താഴേക്ക് വരുള്ളൂ, നമ്മൾ അരിച്ചെടുക്കുന്ന പോലെ. അപ്പോൾ ഈ മെംബ്രെയിനിൽ DNA ബൈൻഡ് ചെയ്യും, ബാക്കിയുള്ളത് താഴേക്ക് വരും. അപ്പോൾ ഇതാണ് ഈ സ്പിൻ കോളം മെത്തേഡിൻ്റെ ഒരു ബേസിക് മെക്കാനിസം. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് എന്താണ്, എന്തൊക്കെ ബഫേഴ്സ് നമുക്കതിൽ യൂസ് ചെയ്യണം, അതൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ DNA ഐസൊലേഷൻ ഫ്രം പ്ലാന്റ് ടിഷ്യൂ. നമ്മളൊരു പ്ലാന്റ് ടിഷ്യൂ എടുക്കുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ യങ് ലീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സീഡ് ആയിരിക്കാം, ഏത് പ്ലാന്റ് പാർട്ട് വേണമെങ്കിലും ആവാം. നമ്മൾ ആ ടിഷ്യൂ എടുക്കുന്നു, എന്നിട്ട് ലിക്വിഡ് നൈട്രജൻ വെച്ച് ഗ്രൈൻഡ് ചെയ്യുന്നു. ഗ്രൈൻഡ് ചെയ്തിട്ട് ആ മിക്സ്ചർ, ഗ്രൈൻഡ് ചെയ്ത ടിഷ്യൂ നമ്മൾ ഒരു മൈക്രോഫ്യൂജിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ മൈക്രോഫ്യൂജിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഗ്രൈൻഡ് ചെയ്ത പ്ലാന്റ് ടിഷ്യൂ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ലൈസിസ് ബഫർ ആഡ് ചെയ്യും. ഫസ്റ്റ് ബഫർ ലൈസിസ് ബഫർ, അത് ആഡ് ചെയ്യും. അപ്പോൾ ഈ ലൈസിസ് ബഫറിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? CTAB ഉണ്ട്, NaCl ഉണ്ട്. അപ്പോൾ എന്തിനാ ഈ ലൈസിസ് ബഫർ ആഡ് ചെയ്യുന്നത്? ഫോർ എഫിഷ്യൻറ്റ് ടിഷ്യൂ ലൈസിസ്.
CTAB എന്താ ചെയ്യണേന്ന് നമ്മൾ പഠിച്ചു, NaCl എന്താ ചെയ്യണേന്നും നമുക്കറിയാം. അപ്പോൾ ആ ലൈസിസ് ബഫർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൽ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യും. ഇനി അടുത്തത് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഇതിലേക്ക് പ്രോട്ടീനേസ് ആഡ് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡായിട്ടാണ് കിട്ടുന്നത്. ഓരോ റിയേജൻ ബോട്ടിലിൽ ഈ ബഫറും പ്രോട്ടീനേസും ഒക്കെ ഉണ്ടാവും. ഒരു കിറ്റായിട്ട് ഒരു ബോക്സിൽ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ പ്രോട്ടീനേസ് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്യും. 60 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിയാക്ഷൻ മിക്സ്ചർ ഉണ്ടല്ലോ, ഈ റിയാക്ഷൻ മിക്സ്ചറിൽ കുറേ എഗ്രിഗേറ്റ്സ് ഫോം ചെയ്യും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CTAB ലൈസിസ് ബഫർ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യും. പിന്നെ പ്രോട്ടീനേസ് ഉണ്ട്, അപ്പോൾ പ്രോട്ടീൻ ഡിഗ്രേഡ് ചെയ്യും. എല്ലാം കൂടെ കുറേ എഗ്രിഗേറ്റ്സ് ഫോം ചെയ്യും. ഇങ്ങനെല്ലാം കൂടി ബൈൻഡ് ചെയ്തിട്ട് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള കുറച്ച് കോംപ്ലക്സുകൾ ഫോം ചെയ്യും. ഇനി അടുത്തത് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഇതിലേക്ക് ബൈൻഡിങ് ബഫർ ആഡ് ചെയ്യും. അടുത്ത ബഫറാണ് ബൈൻഡിങ് ബഫർ. ബൈൻഡിങ് ബഫർ ആഡ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് വീണ്ടും 60 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യും. അപ്പോൾ ഈ ബൈൻഡിങ് ബഫറിൽ സിലിക്ക ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിലിക്ക എന്ത് ചെയ്യുന്നറിയോ? ഈ റിയാക്ഷൻ മിക്സ്ചറിൽ DNA ആയിട്ട് ബൈൻഡ് ചെയ്യും. അതിനാണ് നമ്മൾ ഈ ബൈൻഡിങ് ബഫർ ആഡ് ചെയ്യുന്നത്. എന്നിട്ടിത് നന്നായിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ റിയാക്ഷൻ മിക്സ്ചറിൽ എങ്ങനെ കാണും? 2 ലെയറായിട്ട് കാണാം. താഴത്തേൽ ഈ പറഞ്ഞ ഡെബ്രിസുകളൊക്കെ ഉണ്ടാവും. മുകളിലത്തെ ഭാഗത്താണ് DNA ഉണ്ടാവുക. അങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ഒരു സൂപ്പർനേറ്റഡ് സൊല്യൂഷൻ ഫോം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് മാത്രം നമ്മൾ ബൈൻഡിങ് കോളം ട്യൂബിലേക്ക് മാറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ് ബൈൻഡിങ് കോളം ട്യൂബ്, കളക്ഷൻ ട്യൂബ് ഉണ്ട്, അതിലേക്ക് ഈ സൂപ്പർനേറ്റഡ് സൊല്യൂഷൻ മാത്രം മാറ്റും. എന്നിട്ട് നമ്മളതിലേക്ക് ഐസോപ്രൊപ്പനോൾ ആഡ് ചെയ്യും. അതൊന്ന് സ്പിൻ ചെയ്യും. സ്പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബൈൻഡിങ് കോൾ ഉണ്ടല്ലോ, ഇത് മാത്രം പുതിയൊരു ട്യൂബിലേക്ക് മാറ്റും. അപ്പോൾ ഇത് താഴെ കളക്ഷൻ ട്യൂബ് നമ്മൾ പുതിയതെടുക്കും. എന്നിട്ട് അതിലേക്ക് ഈ കളക്ഷൻ ട്യൂബ് ഇറക്കി വയ്ക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്, ഒരു ഗ്ലാസ്സിലൊരു ഫണൽ വെച്ചിരിക്കുന്നു, ആ ഫണലെടുത്തിട്ട് നമ്മൾ പുതിയൊരു ഗ്ലാസ്സിലേക്ക് വെക്കുന്നു, അങ്ങനെ ഓർക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്കിതൊന്നും അവൈലബിൾ അല്ലല്ലോ കാണിച്ചു തരാൻ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ബൈൻഡിങ് ട്യൂബ്, ഇത് പുതിയ കളക്ഷൻ ട്യൂബ്, ഇത് സിലിക്കയാണ്, ഇവിടെ സിലിക്ക മെംബ്രെയിൻ. അപ്പോൾ ഐസോപ്രോപ്പനോൾ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സിലിക്ക മെംബ്രെയിനിൽ ഇപ്പോൾ എന്തുണ്ട്? DNA ഉണ്ട്, ഇവിടെ DNA ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? പുതിയ ഒരു കളക്ഷൻ ട്യൂബിലേക്ക് വെച്ചിട്ട് നമ്മളതിലേക്ക് വാഷിംഗ് ബഫർ ആഡ് ചെയ്യും. വാഷിംഗ് ബഫർ, ഇപ്പോൾ വാഷിംഗ് ബഫർ എന്ന് പറയുമ്പോൾ അതിൽ 70% എത്തനോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ഉപയോഗിച്ച ബഫറിൻ്റെ ഒക്കെ എന്തെങ്കിലും കമ്പോണൻസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വാഷ് ചെയ്ത് അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 70% എത്തനോൾ ഉള്ള വാഷിംഗ് ബഫർ ആഡ് ചെയ്യുന്നത്. ഒരു വട്ടം ആഡ് ചെയ്യും, അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ ആഡ് ചെയ്യും. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ വാഷിംഗ് ബഫർ ആഡ് ചെയ്യും. എന്നിട്ട് അത് സെൻട്രിഫ്യൂജ് ചെയ്യും. ഓക്കെ, സെൻട്രിഫ്യൂജ് ചെയ്യാൻ ഈ ഒരു മൊത്തം സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് മുഴുവനായിട്ടാണ് വയ്ക്കുന്നത്. നമ്മൾ മൈക്രോഫ്യൂജ് വയ്ക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ സെൻട്രിഫ്യൂജ് ട്യൂബ് വയ്ക്കാറില്ലേ, അതേപോലെ തന്നെ ഇത് ചെറിയ ട്യൂബാണ്. ഇതങ്ങനെ തന്നെ മൈക്രോ സെൻട്രിഫ്യൂജർ വയ്ക്കും. എന്നിട്ട് സ്പിൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അടിയിൽ സ്പിൻ ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ ഇങ്ങനെ കുറേ ഈ കളക്ഷൻ ട്യൂബിൽ ഇങ്ങനെ സൊല്യൂഷൻ കിടക്കുന്നുണ്ടായിരിക്കും, വാഷിംഗ് ബഫർ കിടക്കുന്നുണ്ടാവും. അതിൽ
ഈ മുന്നത്തെ ബഫറിൻ്റെ കമ്പോണൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ വന്ന് കളക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കളക്ഷൻ ട്യൂബ് മാറ്റും. എന്നിട്ട് ഈ ബൈൻഡിങ് ട്യൂബിനെ പുതിയൊരു കളക്ഷൻ ട്യൂബിലേക്ക് വെക്കും. പുതിയൊരു കളക്ഷൻ ട്യൂബിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ നമ്മളിൽ പ്യുവർ DNA ആയി അല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ കളഞ്ഞു. എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസിനെ അത് കളയാൻ 70% എത്തനോളമുള്ള വാഷിംഗ് ബഫർ വെച്ച് ട്രീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ സിലിക്ക മെംബ്രെയിനിൽ ബൈൻഡ് ചെയ്തിരിക്കുന്ന DNA നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, നമ്മൾ എല്യൂഷൻ ബഫർ ആഡ് ചെയ്യും. എല്യൂഷൻ ബഫർ ആഡ് ചെയ്യും. എന്നിട്ട് അത് സ്പിൻ ചെയ്യും. മൈക്രോഫ്യൂജിൽ വെച്ച് ഒന്ന് സ്പിൻ ചെയ്യും. സ്പിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ സ്പിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കളക്ഷൻ ട്യൂബിൽ നമുക്ക് ഈ എല്യൂഷൻ ബഫർ അതിവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ എന്തുണ്ടാവും, നമ്മുടെ DNA ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ DNA ഒന്നിനെയും ഡയറക്റ്റ്ലി നമ്മളുടെ അടുത്ത പ്രൊസീജിയറിന് വേണ്ടി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനെ സ്റ്റോർ ചെയ്യാം 4 ഡിഗ്രി സെൽഷ്യസിൽ. അടുത്ത എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുവരെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു എക്സ്ട്രാക്ഷൻ കിറ്റ് വെച്ചിട്ട് നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്.